എന്തൊക്കെയാ ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ ഒരു തീരുമാനമില്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് മീ അർഷിത ആൻഡ് മിർസ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു കുട്ടി ഷോർട്ട് വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. ഒന്നുമില്ല, ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഇപ്പോൾ ടൈം 12 o'clock. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ്. സോ മിച്ചു പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോയിട്ട് ലഞ്ച് കഴിച്ചാലോ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, ജസ്റ്റ് അതൊന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ. ഓക്കെ, ആക്ച്വലി നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല കേട്ടോ. എന്തൊക്കെ കൈൻഡ് ഓഫ് വീഡിയോസാണ് ഇടേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല. പക്ഷെ നമ്മൾ അപ്പോൾ തോന്നുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്തിട്ട് അത് ഇടാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുവാണ്. എവിടെയാ പോകുന്നേ എന്നുള്ളതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഖത്തറിന്റെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസം ഭയങ്കര തണുപ്പായിരിക്കും, ഇന്നൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ഓരോ ദിവസം പുതിയ പുതിയ വെറൈറ്റി ക്ലൈമറ്റ് ആയിട്ട് വരുവാണ്. ആക്ച്വലി മിക്സഡ് ക്ലൈമറ്റ്, ഒരു മിക്സഡ് ഫീലിങ്സാണ് നമുക്കിവിടെ. ഇന്ന് ഭയങ്കര ചൂടല്ലേ മിശോ? അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതെ അതെ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോൾ അത്യാവശ്യം ഭയങ്കര ചൂടുണ്ട്. നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു ചൂടിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതെന്തായി സീഡാത്തെ ഓണല്ലോ, ഓണാണ് പക്ഷെ AC കൂളിംഗ് ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഭക്ഷണം കഴിച്ചിട്ട് മിഷുവിന് എന്താ അടുത്ത പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? വണ്ടി ഒന്ന് സെറ്റ് ചെയ്യാം, അതൊരു വലിയ സ്റ്റോറിയാണ്, നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും പറയാം. നമ്മളില്ലേ എന്താ പറയുക, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ വീഡിയോസ് അതും നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ ആദ്യത്തെ വീഡിയോസിലൊക്കെ അല്ലേ. നാച്ചുറല്ല, നമ്മളത്ര വലിയ പ്രോ ആളുകളല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇന്നത്തെ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തലവേദനയും കാര്യങ്ങളാണ്, തീരെ മാറുന്നില്ല. മൈഗ്രൈൻ ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്ക് ഈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോസ് ഇട്ട സമയത്ത്, ഫസ്റ്റ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത സമയത്ത് എന്താ കുറച്ച് ആളുകൾ നമ്മളോട് ഞാൻ കന്നഡ ഇട്ടിട്ടും മിച്ചു കന്നഡ ഇടാതെയും ലൈക്ക് കൂളിംഗ് ഗ്ലാസ് ഇടാതെയും ഒരു വീഡിയോ എടുത്തു. അപ്പം എന്താ അതിനെ പറ്റിയിട്ട് സംസാരിച്ചതുകൊണ്ട് പറയാം, അത് നാച്ചുറലി എനിക്ക് ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം നന്നായിട്ട് വരും, നല്ല രീതിയിൽ. അത് ബുദ്ധിമുട്ടാണ്. മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളതുകൊണ്ടും ഭയങ്കര ഒരു ലൈറ്റ് സെൻസിറ്റിവിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനെ കൊണ്ടുള്ള ഒരു നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. മിഷുവിന് അത് പ്രശ്നമില്ല, മിഷു ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ണട വെക്കില്ല ഒന്നും. മോസ്റ്റ് ഓഫ് ദി ടൈം മിച്ചു കണ്ണട വെക്കാറില്ല അല്ലേ. പിന്നെ മിച്ചു കണ്ണട വെക്കുന്ന ഒരേ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫോട്ടോഷൂട്ടിൻ്റെ സമയത്തോ വീഡിയോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് മാത്രമേ കണ്ണട വെക്കാറുള്ളൂ. പക്ഷെ ഞാൻ ഒട്ടുമിക്ക സമയത്തും വെക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കണ്ണട എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ ഇറങ്ങി വരുന്നതായിരുന്നു. മിച്ചു എനിക്ക് കറക്റ്റ് 1 hour ഡ്യൂട്ടി ടൈം. ഞാൻ 2 മണിക്ക് ഇറങ്ങി, എനിക്ക് 3 o'clock ആകുമ്പോഴത്തേന് തിരിച്ച് കയറണം. അപ്പോൾ ടേസ്റ്റിലോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഒട്ടുമിക്ക സമയത്ത് നമ്മളിപ്പോൾ വീട്ടിൽ ഇവിടെ തൊട്ടടുത്താണ്. നമ്മൾ എപ്പോഴും ഫുഡ് ഉണ്ടാക്കാത്ത സമയത്തും ചില സമയങ്ങളിൽ ഫുഡ് മേടിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന സ്ഥലമാണ് ടേസ്റ്റ്. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ കൂടുതലും ഭക്ഷണം മേടിക്കാറ്. നല്ല അടിപൊളി ഫുഡാട്ടോ. ലൈക്ക് ഒരു നമുക്ക് പറ്റിയിട്ടില്ല അല്ലേ, ഇന്ത്യൻസിന് ലൈക്ക് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളൊരു ടേസ്റ്റാണല്ലോ ഇവിടുത്തെ. പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയയിലുള്ള ഒരു ഫുഡിൻ്റെ ഒക്കെ ടേസ്റ്റാണ് ഇവരുടെ ഒട്ടുമിക്ക ഫുഡുകൾക്കും. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാണാം. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മട്ടൻ കപ്സയും പിന്നെന്താ മിച്ചു എന്താ ഓർഡർ ചെയ്ത്? ഞാൻ മട്ടൻ കപ്സ, മിച്ചു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ മന്തി പേഴ്സണാണ്. ഈ ഷോപ്പ് നമുക്ക് ഇൻ്റർവ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാ സമയത്തും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കില്ലുണ്ട്. എനിക്ക് തോന്നി ഈ ഒരു ടേസ്റ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലുള്ള സമയത്തല്ലേ, ഇവിടെ അത്യാവശ്യം നല്ല
ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ആക്ച്വലി വെറുതെ കഴിക്കാൻ വേണ്ടി രീതിയിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ മട്ടൻ കപ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ മട്ടൻ കപ്സയും ചിക്കൻ ബിരിയാണിയും. ഈ വീഡിയോസിലൊക്കെ നമ്മുടെ സൗണ്ട് കാര്യങ്ങൾ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് നമ്മളറിയില്ല കേട്ടോ. കാരണം നമ്മുടെ അടുത്ത് മൈക്കില്ല, ഇനി അതൊക്കെ പയ്യെ സെറ്റാക്കണം. അപ്പം ഏകദേശ രീതിയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എന്തായാലും ഇനിയുള്ള വീഡിയോസ് നമ്മൾ ഓരോ ദിവസം ഇടുമ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുടെ നല്ല ക്ലാരിറ്റി. Grab my shades and hit the streets, no plan. Chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. ആക്ച്വലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നൊക്കെ ഒരു കപ്സ ടേസ്റ്റ് വിത്ത് ഒരു മടുപ്പ് തോന്നാത്ത കപ്സ ടേസ്റ്റ് നല്ലുണ്ട്. പക്ഷെ മിച്ചുവിന് കോഴിക്കാല് ഇഷ്ടമില്ല. മിച്ചു അധികം കോഴിക്കാല് എന്താ പറയാ, ഈ പീസ് ഇഷ്ടമാണ് കഴിക്കണം. പക്ഷെ ഈ പീസ് കോഴിക്കാല് കഴിക്കുന്നില്ല. പക്ഷെ അതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്റ്റേജിലൊക്കെ എന്താണെന്നറിയോ, ആദ്യത്തെ സമയത്തൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയാപ്പിളക്ക് നമ്മൾ എന്താ പറയുക ഈ കോഴിക്കാലൊക്കെ ആണല്ലോ കൊടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ മിച്ചുവിന് കോഴിക്കാലൊക്കെ ഇരിക്കും ഇഷ്ടമെന്ന് വിചാരിച്ചു ഞാൻ എന്നും കോഴിക്കാല് കൊടുക്കും, എന്ത് ഫുഡാക്കിയാലും. പൊതുവേ ബോയ്സിനൊക്കെ ചെസ്റ്റ് പീസിനൊക്കെ എനിക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് എല്ലുള്ള പീസാണ് ഇഷ്ടം. എനിക്ക് എച്ച് മാത്രമുള്ള പീസ് ഞാൻ അങ്ങനെ കഴിക്കലില്ല. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും കഴിച്ച് കഴിഞ്ഞു എല്ലുള്ള പീസ് കഴിക്കുന്ന ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പെരുന്നാൾ പോലെ. കാരണം എല്ലിൻ്റെ കാറ്റിലേക്കിട്ടാണ് ഈ ഒരു സാധനത്തിൽ ഞാൻ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. മട്ടൻ കറക്സിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്നത് ചിക്കനാണ്. കണ്ടാ, ഇതാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ എന്നെ എല്ലാവരും ചീത്ത അറിയണ്ട ഞാൻ എല്ല് കഴിക്കുന്നതിന്. പക്ഷെ എനിക്കെന്തോ എനിക്ക് എല്ലാം ഇഷ്ടം. അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അത് ഏർത്തുന്ന സുഖമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. മിഷന് ഇഷ്ടമില്ല തീരെ എല്ല് കഴിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ സാധനം Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grab my shades and hit the streets, no plan. Chasing vibes like seashells in the sand. Radio ആക്ച്വലി ഞാൻ എപ്പോൾ വണ്ടി കയറാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ കയറുക. നാട്ടിലത്തെ ഒരു ഓർമ്മയാണ് സ്റ്റിൽ എനിക്കുള്ളത്. എപ്പോൾ ഞാൻ മിച്ചു ഇങ്ങനെ കാണിക്കും കയറാൻ നേരത്ത് റൈറ്റ് കയറി ഞാൻ എപ്പോഴും കയറുക ലെഫ്റ്റ് സൈഡിലാണ് കയറി കുത്തിരിക്കുക. ആക്ച്വലി ലൈസൻസ് ഒന്നും ഇല്ലെങ്കിലും വണ്ടിയൊക്കെ ഓടിക്കാൻ തരുമൊക്കെ ചെയ്യാം. അമ്മോ വമ്പൻ ചൂടല്ലേ, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടെന്ന്. നമുക്ക് പേര് എന്താ ഒന്നുകൂടി പറ. ഉക്കൂതിൽ വന്നിരിക്കുകയാണ് നമ്മൾ. അപ്പം ഈ ഉക്കൂതിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെയാ ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ ഒരു തീപാടില്ല. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അത് പറഞ്ഞാൽ മതി, അതിനപ്പുറത്തൊന്നും പറയണ്ട. ആൻഡ് ഇവിടെ ഭയങ്കര
കട്ടില്ല, ഒരു കട്ടും ഞാൻ ചെയ്യില്ല, ഞാനൊക്കെ ചെയ്യും. ടൈം ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാർക്ക് പോകാൻ പറ്റില്ല. പെട്രോൾ പമ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കുടുങ്ങിയത് കൊണ്ട് പാർക്ക് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. സോ അത് വേറൊരു ദിവസം. ഇനിയും മിച്ചു ഉച്ചയ്ക്ക് വന്ന് എന്നെ പിക്ക് ചെയ്ത്, നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ, യൂഷ്വലി ഞാൻ വീട്ടിൽ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കൽ. ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ തിരിച്ചു പോവാം. പക്ഷെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് മോർണിംഗ് എനിക്ക് ഒരു സുഖമില്ലാത്തത് കൊണ്ടും നമ്മൾ ഫുഡ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ച് നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം വർക്ക് പ്ലേസിലോട്ടേക്കാണ്. ആൻഡ് ഖത്തർ എന്ന് പറയുന്ന ഒരു കൺട്രി ജീവിക്കാൻ അത്യാവശ്യം നല്ല സമാധാനമുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു കൺട്രി അല്ലേ. ഇനീഷ്യൽ സ്റ്റേജിൽ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, ഒരാളും മനുഷ്യരില്ല. കാരണം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വരുന്നേരം ഒരു റോഡിലൊന്നും ഒരു മനുഷ്യന്മാരില്ല. ഐ മീൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച്, മനസ്സിലാക്കിയില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ലേറ്റ് ആയിട്ട് വന്ന ആരും ഇല്ല. അപ്പൊ ഞാൻ മിച്ചുനോട് പറഞ്ഞു, ഇത് എന്തത് ഒരു മനുഷ്യനില്ലല്ലോ, ഞാനിവിടെ എങ്ങനെ നിൽക്കും, കാരണം എനിക്ക് എൻ്റെ ചുറ്റിലും കുറേ ആൾക്കാർ വേണം, അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ്. മനുഷ്യനെ എന്നെ കൊണ്ടുവന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളൊരു ഫീൽ ചെയ്തു. അങ്ങനെ സമയം അവസാനിച്ചിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അർഷിത ആൻഡ് മിച്ചു സൈനിങ് ഓഫ്. ബൈ.